ഹലോ, എൻ്റെ സൺഡേകളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 90% സൺഡേകളും ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരു 7 മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒക്കെ നമുക്ക് ഈ കൊട്ട് കേൾക്കാൻ പറ്റും. ഇതൊരു മുസ്ലിം പള്ളിയിൽ നിന്ന് ഒരു മുസ്ലിം പള്ളിയിട്ട് ഇങ്ങനെ ജാതിയായിട്ട് പോണേ കേട്ടോ. അപ്പോൾ ആ കൊട്ട് കേൾക്കുമ്പോഴേ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. മിക്കപ്പോഴും ഒരു 10 മണിക്ക് ശേഷമാണ് ഈ കൊട്ടൊക്കെ കേൾക്കാറ് കേട്ടോ. അപ്പോഴാണ് ഒന്ന് സൂര്യനൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങുക. അല്ലാത്തപ്പോൾ ഒക്കെ ഭയങ്കര തണുപ്പായിരിക്കും. ആരും തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല. പുഞ്ചിക്കാണെങ്കിൽ ഫ്ലാറ്റിനകത്ത് ഇരിക്കാനും വയ്യ. കണ്ടോ, ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. എല്ലാവരും സൺഡേ ആയതുകൊണ്ടും നല്ല തണുപ്പായതുകൊണ്ടും നല്ലോണം കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഒരു കുട്ടികളും പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ പൊഞ്ചി ഞാനും കൂടെ ഇങ്ങനെ നടക്കും. പൊഞ്ചിയുടെ പുറകെ ഇങ്ങനെ നടക്കൽ തന്നെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവരും എന്നോട് സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ചോദിക്കും 18,000 സ്റ്റെപ്പൊക്കെ എങ്ങനെയാവണമെന്ന്. ഇങ്ങനെയാണ് 18,000 സ്റ്റെപ്പൊക്കെ ആവണത്. അപ്പോൾ ഞാൻ 18,000 സ്റ്റെപ്പ് കിടന്നിട്ടുണ്ടെങ്കിൽ ഇവൾ അതിൽ കൂടുതൽ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവൾ തിന്നനൊന്നും ഇവളുടെ ദേഹത്ത് പിടിക്കാത്തത്. പിന്നെ കഴിക്കലും നല്ല കുറവാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കും, ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഇരിക്കും. ഇവളാണെങ്കിൽ ഇരിക്കുകയില്ല.